വീട്ടമ്മമാരുടെ ഗ്യാസ് പോകുന്ന വാർത്തയാണ് പുലരിയിൽ കേൾക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സുരേഷ് ഗോപി മന്ത്രി രാജിവെക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയം താല്പര്യമില്ല എന്ന് പറയുന്നു. മന്ത്രിയായിട്ട് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് പോകണമെന്ന് പറയുന്നു. നരേന്ദ്രമോദി വികസിത ഭാരതത്തെ കൊണ്ടുപോകാൻ പോകുന്നു. അടുക്കള പുകഞ്ഞിട്ടല്ലേ വികസിത ഭാരതമുള്ളൂ? അന്നം കഴിച്ചിട്ടാണല്ലോ വികസിത ഭാരതം വരുന്നത്. ഉജ്ജ്വലിന്റെ ഭാഗമായിട്ടൊക്കെ കോടിക്കണക്കിന് ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് കൊടുത്തു. വളരെ നല്ല കാര്യം. ഇവിടെ ആളുകൾക്ക് പ്രകൃതിവാതകം CNG കൊടുക്കുന്നു. നല്ല കാര്യം. ഗെയിൽ പൈപ്പ് വഴി വാതകം കൊടുക്കുന്നു. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ വീട്ടിൽ ഉള്ള ആളുകളുടെ ഗ്യാസിന്റെ വില രണ്ടാമതും വളരെ അടുത്ത ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു. നേരത്തെ മാർച്ച് മാസത്തിലാണ് 60 രൂപ കൂട്ടിയത്. ഇന്നിപ്പോൾ 29 രൂപ കൂടെ കൂട്ടിയിരിക്കുന്നു. അങ്ങനെ 100 രൂപ കൂടെ കൂട്ടിയിരിക്കുന്ന രീതിയിൽ 1000 രൂപയ്ക്ക് പുറത്ത് പോയിരിക്കുന്നു ഗ്യാസ് വാങ്ങാൻ. ശരിക്കു പറഞ്ഞാൽ വിറകായിരുന്നു കുറെ കൂടി ലാഭം. പക്ഷേ ജനങ്ങളെ വിറകടുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെ ആകെ പുകയുടെയും വിറകിന്റെ ക്ഷാമത്തിന്റെയും തടിയുടെ ക്ഷാമത്തിന്റെയും പല ന്യായങ്ങൾ പറഞ്ഞ് അവർ ഗ്യാസിലേക്ക് പോയി. ഇപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്നത് ഒരു ഇരുട്ടടിയായി, തിരിച്ചടിയായി മലയാളികൾക്കും പാവപ്പെട്ട ആളുകൾക്കും മാറുകയാണ്. 1000 രൂപ വരെ, 1000 ഇപ്പൊ തന്നെ 970 980 രൂപ കൊടുക്കണം. അപ്പൊ അത് 1000ത്തിലേക്ക് കടക്കുകയാണ് ഗ്യാസിന്റെ വില. ഒരു ന്യായീകരണമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഊർജ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് ജോലി. അല്ലാതെ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കമ്പനികൾക്ക് വില കൂട്ടാനും കുറയ്ക്കുന്നത് കൂട്ടുന്നത് 100 രൂപയാണെങ്കിൽ കുറയ്ക്കുന്നത് 10 രൂപയായിരിക്കും, അല്ലെങ്കിൽ 1 രൂപയായിരിക്കും, അല്ലെ 3 രൂപയായിരിക്കും. അപ്പോൾ ഇതൊരു കുറയ്ക്കാൻ വേണ്ടി ഒരു ചെയ്യലും കൂട്ടാൻ വേണ്ടി വലിയ കൂട്ടൽ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ടേ കഴിയുള്ളൂ. അത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെടണം. വേറെ ന്യായമില്ല. ആളുകൾ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് അന്നം കഴിക്കുക, ആഹാരം കഴിക്കുക എന്നുള്ളത്. അത് പാചകം ചെയ്യുന്നതിനുള്ള പാചകവാതകം സബ്സിഡി റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. വേറെ ന്യായമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഒരുപാട് ക്ഷേമത്തെക്കുറിച്ച് വർത്തമാനം പറയുകയും ഒരുപാട് വൻകിട പദ്ധതികളെക്കുറിച്ച് പറയുകയും വികസിത ഭാരതത്തെക്കുറിച്ച് പറയുകയും BJPയുടെ വികസിത കേരളത്തെക്കുറിച്ച് പറയുകയും വലിയ വായിൽ വർത്തമാനം പറയും, വലിയ തള്ളുകൾ തള്ളും. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ തെങ്ങ് തന്നെ കാണാനില്ല, ശങ്കരനെയും കാണാനില്ല ഇയാൾ ഈ പ്രളയത്തിനിടയിൽ എന്നുള്ളതാണ് രീതി. കഷ്ടമാണ്, സങ്കടമാണ്, ഖേദമുണ്ട്, പ്രതിഷേധമുണ്ട്. വളരെ കൃത്യമാണ് ജനങ്ങളുടെ പ്രതിഷേധം. അതായത് ഈ ഗ്യാസിന് വീണ്ടും വീട്ടമ്മമാരുടെ നെഞ്ചിലുള്ള കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ പോലും, ഒരു മിനിറ്റ് പോലും ഗ്യാസ് പാചകവാതകമില്ലാതെ അത് ഉപയോഗിക്കുന്ന വീടുകളിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. കാരണം വീട് വച്ചിരിക്കുന്നത് തന്നെ പാചകവാതകം ഉപയോഗിച്ച് പറ്റുന്ന അതിന്റെ സ്റ്റവും മറ്റു കാര്യങ്ങളാണ്. വിറകടുപ്പൊന്നും ഇല്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ വിറകടുപ്പൊന്നും ആരും ഉണ്ടാക്കിയിട്ട് പോലുമില്ല. മാത്രമല്ല വിറക് കിട്ടുന്നതുമല്ല, മഴക്കാലവും കൂടിയാണ്. അപ്പോൾ വളരെ കൃത്യമായ ഒരു ചതിയാണ്, വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയൊക്കെ ഈ ഉത്തരവാദിത്തത്തിൽ എയിംസ് ഒക്കെ നമുക്ക് വരുത്താം, എയിംസ് ഒക്കെ വന്നോട്ടെ, അതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ പാചകവാതകം ആളുകളുടെ കൃത്യമായി ജനങ്ങളുടെ അടുക്കളയിലെ പാചകവാതകം കൃത്യമായി കൊടുക്കണം. ഇത് പറയുമ്പോൾ അങ്ങ് മറ്റ് ഡയലോഗുകൾ പറയരുത്. പെട്രോളിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി നോക്കാൻ പറഞ്ഞു. മലയാളി വീട്ടമ്മ തൻ്റെ വീട്ടിലെ വന്നുകൊണ്ടിരിക്കുന്ന ഗ്യാസ് കണക്ഷൻ തന്നെ ഇന്നത്തേക്കാൾ 5 രൂപയോ 10 രൂപയോ 100 രൂപയോ ഒക്കെ കൂടുമ്പോൾ ഉടനെ പോയി ഉഗാണ്ട അടക്കമുള്ള അന്താരാഷ്ട്ര തലത്തിലെ ലിസ്റ്റ് നോക്കി സമാധാനപ്പെടാൻ കഴിയില്ല സാർ. അവർക്ക് പറ്റുന്നത് തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഗ്യാസ് അടുപ്പിലെ ഗ്യാസ് കുറ്റി കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന ആള് വീണ്ടും 50-100 രൂപ കൂടുതൽ ചോദിക്കുമ്പോൾ കൊടുക്കാനില്ലാത്ത പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം സബ്സിഡി കൊടുത്തേ കഴിയൂ. പാചകവാതകത്തിൽ ഇങ്ങനെ വില കൂട്ടാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി ഗവൺമെന്റ് ആലോചിക്കണം. നിങ്ങൾ വലിയ വൻകിട പദ്ധതികളൊക്കെ പതുക്കെ ചെയ്താൽ മതിയെന്നേ. റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളൊക്കെ പതുക്കെ ചെയ്യാം. ജനങ്ങൾക്ക് ക്ഷേമം കൊടുക്കുക. ജനങ്ങൾക്ക് ക്ഷേമം കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശുദ്ധമായ വായു പരമാവധി ഉറപ്പാക്കുക, ശുദ്ധമായ വെള്ളം പരമാവധി ഉറപ്പാക്കുക, ഭക്ഷണം ഉറപ്പാക്കുക, ഊർജം ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗതം. ഇത്രയും 4-5 കാര്യങ്ങളാണ്. പിന്നെ ലാ ആൻഡ് ഓർഡർ, ക്രമസമാധാനവും. ഇങ്ങനെ 6-7 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ തൊഴിലും കൂടെ കൊടുത്താൽ ആളുകൾ നല്ല രീതിയിൽ ജീവിച്ചോളും. പിന്നെ അല്ലാതെ വൻകിട പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ പറയുകയും ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഇത്രയും വലിയ സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ട്
അതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ട് എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ വലിയ തുക ചെലവഴിച്ചിട്ട് സാധാരണക്കാരന്റെ പോക്കറ്റിൽ പിടിക്കുന്ന പണി ശരിയല്ല. ഇതൊരു പോക്കറ്റടി പരിപാടിയാണ്. ഗ്യാസിന്റെ പേരിലുള്ള ഈ പോക്കറ്റടി ശരിയല്ല. കമ്പനികളെ വിട്ടുകൊടുത്തുകൊണ്ട് രാഷ്ട്രത്തിന്റെ ആഗോളവൽക്കരണം വന്നപ്പോഴാണ് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വന്ന ഒരുതരം പ്രൈവറ്റൈസേഷനാണ് ഗ്യാസിന്റെ മേഖലയിൽ നടന്നത്. കമ്പനികൾ തീരുമാനിക്കും, കൺസോർഷ്യം തീരുമാനിക്കും വില എത്രയെന്ന്. സർക്കാരിനൊരു നിയന്ത്രണവുമില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. അവർ സബ്സിഡി ഇനത്തിൽ കോടിക്കണക്കിന് രൂപ നേരത്തെ കൊടുത്തിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് പ്രൈവറ്റൈസ് ചെയ്ത് പോയത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഇവിടെ അവർ ഇരുട്ടടി നേരിടണം, അല്ലെങ്കിൽ അവരുടെ വയറ്റത്തടിക്കും എന്നുള്ളത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഗ്യാസിന് ഉണ്ടായിട്ടുള്ള ഈ അധിക വിലവർധന നടപ്പിലാക്കരുത്. മാത്രമല്ല ഭാവിയിലും ഒരു പാരിറ്റി, ഒരു പാറ്റേൺ, ഒരു കൺസെപ്റ്റ്, ഒരു പോളിസി ഇതിനകത്ത് കൊണ്ടുവരണം ഗവൺമെന്റ്. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പാവപ്പെട്ട ആളുകളെ ഉൾപ്പെടെ ഗ്യാസ് കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫാഷൻ വസ്തുവല്ല, ഒരു എസൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ വൻകിട ആളുകളുടെ വീടുകളിലും സമ്പന്നരുടെ വീടുകളിലുമൊക്കെയാണ് സ്റ്റൗ വാങ്ങിച്ച് ഇതൊക്കെ വയ്ക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, വളരെ സാധാരണക്കാരെ ആളുകളുടെ വീട്ടിൽ ഇത് വയ്ക്കുന്നുണ്ട്. തട്ടുകടകളിൽ വരെ, സാധാരണ തട്ടുകൾ, ചായയും വടയും മാത്രമൊക്കെ ഉള്ള തട്ടുകടകളിൽ വരെ ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഗ്യാസിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം. ഇത് സുരേഷ് ഗോപിയോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്.